നേരത്തെ വേണുചേട്ടൻ പറയുന്നുണ്ടായിരുന്നു മുഖത്ത് നോക്കി പാടടാ അങ്ങനെ എന്തോ പറഞ്ഞു എന്ന് വേണുചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ അതുപോലെ ഒരു സിംഗർക്ക് ദേവരാജ മാസ്റ്റർ കൊടുക്കുന്ന ടിപ്സ് എന്തൊക്കെയാണ്? ടിപ്സ് എന്ന് പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മാസ്റ്റർ ഒരു ഗായകനെയോ ഗായികയോ മോൾഡ് ചെയ്തെടുക്കുന്നതിൽ അതുപോലെ ഒരാൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ യേശുദാസ് സാറ് അല്ലെങ്കിൽ ജയേട്ടൻ ഇവരൊക്കെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയിട്ടുള്ളവരാണ്. അവരുടെ ആദ്യകാല ഗാനങ്ങളിലൊക്കെയും മാസ്റ്ററുടെ വളരെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഉണ്ട്. ഓരോ പാട്ടിലും ഓരോ അക്ഷരവും പറഞ്ഞിരിക്കുന്നതും. അപ്പോൾ അത് വലിയൊരു അതുപോലെ പിന്നീട് മാസ്റ്റർ പാട്ടുകൾ പാടിയിട്ടുള്ള വേണിച്ചേട്ടൻ പാടിയിട്ടുണ്ട് പല പാട്ടുകളും. ഞങ്ങളുടെ മുൻ തലമുറയിൽപ്പെട്ടവരൊക്കെയും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാടിയിട്ടുള്ളവരാണ്. ഞങ്ങൾക്കൊക്കെ വളരെ ചെറിയ ചെറിയ അവസരങ്ങൾ കിട്ടിയുള്ളൂ. ഞാൻ 2 പാട്ടുകളെ മാസ്റ്ററുടെ മ്യൂസിക്കിൽ പാടിയിട്ടുള്ളൂ. പക്ഷേ കുറേ പാട്ടുകൾ പഠിച്ചപ്പോഴൊക്കെ ഈ ഓരോ പാട്ടിലൂടെയും നമ്മൾ ഓരോന്ന് പഠിക്കുകയാണ്. അല്ല എന്തെങ്കിലും ഒരു കാര്യമായിട്ട് പറയുന്നതല്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഈ പാട്ട് പാടുമ്പോൾ ഞാനൊരു ദിവസം ഉത്രാട സന്ധ്യ എന്ന് പറഞ്ഞപ്പോൾ മാസ്റ്റർ പറയാടാ നീ പാടുമ്പോൾ ഓ പോലെ തോന്നുന്നു. അപ്പം മാസ്റ്റർ പറഞ്ഞ് മുഖത്തിൻ്റെ ഭംഗി നോക്കണ്ട, പാടുമ്പോൾ എന്ന് പാടിക്കോളൂ. ഉത്രാട് എന്ന് പാടുമ്പോൾ കുറച്ചുകൂടെ കിട്ടും. അപ്പം അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നിന്റെ ലിപ്പ് കുറച്ച് തടിയുള്ളതാണ്. അപ്പോൾ ഓരോ ആളുടെ മുഖത്തിനനുസരിച്ച് മാസ്റ്റർ പറയും. അതുപോലെ എനിക്ക് ഓർമ്മയുണ്ട് വിജേഷിനോട് ഒരിക്കൽ പറഞ്ഞത് ഏതോ ഒരു പിന്നെ എന്ന് പറഞ്ഞപ്പോൾ മാസ്റ്റർ പറഞ്ഞു നീ പറയുമ്പോൾ എള്ളും ഇല്ലും തമ്മിൽ വലിയ വ്യത്യാസം തോന്നുന്നില്ല. അപ്പൊ നീ നിന്റെ നാവ് കുറച്ചുകൂടെ ഉള്ളിലേക്ക് വെക്കൂ. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് മാസ്റ്റർ ഓരോ പാട്ട് പഠിപ്പിക്കുമ്പോഴും ഒരു പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഗാനമേള സുന്ദരി ഈ പാട്ടാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പൊ മാഷ് പറയും എടാ ഈ പാട്ട് നീ വേദിയിൽ പാടുന്നു, ഈ പാട്ട് കേൾക്കാൻ മുൻപിൽ ഇരിക്കുന്നത് നിന്റെ ഭാര്യയല്ല നിന്റെ കാമുകയാണ്. ആ ഓർമ്മ നിനക്ക് വേണം. എന്നാലും നീ ഇത് കൃത്യമായി പാടുള്ളൂ, ഇല്ലെങ്കിൽ പേടിക്കും.